വചനം കൂടി ഞാൻ വായിക്കാം. 22:67 പറയുന്നു, അള്ളാഹു ഓരോ സമുദായത്തിനും ഓരോ ആരാധനാക്രമം നൽകി അവരത് അനുഷ്ഠിക്കുന്നു. അപ്പൊ ഇവര് പറയുന്നത്, അള്ളാഹു പറയുന്നത്, അള്ളാഹു തന്നെയാണ് ഓരോ സമുദായത്തിനും അവനവന്റെ ആരാധനാക്രമം നൽകിയത്. യഹൂദന് അവന്റെ ആരാധന നൽകി, ക്രിസ്ത്യാനിക്ക് അവന്റെ നൽകി, മറ്റേ കാഫിറുകൾക്ക് അവരുടെ നൽകി. പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ കൊല്ലാനായിട്ട് ഓർഡർ? ബഹുദൈവാരാധികളെ കണ്ടെടുത്ത് വെച്ച് കഴുത്തിന് മീതെ പെരടിക്കുവായിട്ട് കെട്ടുകൊള്ളാന്ന് പറഞ്ഞത് ഇതിപ്പോ ദൈവം പറഞ്ഞതാണോ പിശാചാണോ പറയുന്നത്? വെറുതെ ഇവിടെ കിടന്നോണ്ട് ഇങ്ങനെ പറയരുത് യൂനിസെ. നിങ്ങളുടെ മതത്തിൽ നിന്ന് സംസാരിക്കൂ. നിങ്ങളുടെ മതത്തിലെ അള്ളാഹു ഇവിടെ പറയൂ, അള്ളാഹു എങ്ങനെയാണ് തൃത്വത്തെ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ തൃത്വത്തില് നിക്കൂ. താങ്കൾ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ കുറച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ തൃത്വം മനസ്സിലാക്കിയത് എങ്ങനെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവൻ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഖുറാനിലെ? അവിടെ അള്ളാഹുവും മറിയമിന്റെ മകൻ ഈസായുമല്ലേ? അതല്ലേ നിങ്ങളുടെ അള്ളാഹു മനസ്സിലാക്കിയ തൃത്വം? അതല്ലേ നിങ്ങളുടെ മുഹമ്മദ് മനസ്സിലാക്കിയ തൃത്വം? അത് വിശ്വസിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചൊറിയാൻ വരരുത്, മനസ്സിലായോ? അതെങ്ങനെ വന്നു? എങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള തൃത്വം എങ്ങനെയാണ് ഖുറാനിൽ കയറിയപ്പം അള്ളാഹുവും മിറിയം ബീവിയുടെ മകൻ ഈസായുമായത് എങ്ങനെ? അപ്പൊ അള്ളാഹുവിന് വിവരമുണ്ടായിരുന്നില്ലേ? ബൈബിള് വായിച്ചിരുന്നില്ലേ? അള്ളാഹു അല്ലേ ബൈബിൾ ഇറക്കിയത്? നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്? ഇവിടെ നിങ്ങളെ ഞാൻ ചൊറിയാൻ വന്നിട്ടില്ല. അഥവാ താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അടുത്തുള്ളവരായിരിക്കും മാന്തിയിട്ടുണ്ടാകുക. അത് അവരോട് പറഞ്ഞാ പോരെ? വാക്കുകൾ ശ്രദ്ധിക്കൂ യൂനസ്. വാക്കുകൾ ശ്രദ്ധിച്ച് സംസാരിക്കൂ. ഉത്തരം പറയൂ. എന്തെങ്കിലും ഉത്തരം ഇതുവരെ യൂനിസ് നൽകിയിട്ടുണ്ടോ? മോർ ദാൻ 1 hour 2 hour ആയി ഇവിടെ സംസാരം. ഇയാളോട് ചോദിക്കാൻ തുടങ്ങി. പാസ്റ്റർ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കെൽപ്പുള്ള ഒരു മുസ്ലിം സഹോദരൻ ഇവിടെ ഇല്ല. ഒരൊറ്റ ആള്, കെൽപ്പുള്ള ഒരാള്. യൂനിസ് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുക, സ്വന്തം വിശ്വാസം പോലും അറിയില്ല. ഞാനിപ്പോ ചോദിക്കുകയാണ്, അള്ളാഹു വഞ്ചിക്കുമോ? ദൈവം വഞ്ചിക്കുമോ? ഖുറാൻ മുഴുവൻ പറയുന്നു അള്ളാഹു വഞ്ചിക്കുന്നു പറയുന്നു. വഞ്ചിക്കുന്നയാൾ ദൈവമാണോ? പറയൂ, ഉത്തരം പറയൂ. വഞ്ചിക്കുന്നയാൾ ദൈവമാണോ? അതെ, അതിനൊക്കെ മറുപടി തരാം. ഇതിന് അദ്ദേഹം പറഞ്ഞ എണ്ണത്തിന് മറുപടി തന്നില്ലല്ലോ യൂനസെ. മറുപടി തരാമെന്ന് പറയണല്ലാതെ തന്നില്ലല്ലോ. എത്ര ആളുണ്ട്? യൂനസ് നിങ്ങളെ കൊണ്ട് ഉത്തരം തരാൻ കഴിയത്തില്ല. ഞാൻ സജു പാസ്റ്റിന്റെ അടുത്തോട്ട് പോവാണ്. സജു പാസ്റ്റ് ഇല്ല യൂനസ് നിങ്ങൾ ചുമ്മാ അവരുടെ ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. സമയമില്ല, മറ്റുള്ളവർക്ക് സംസാരിക്കണം. അല്ല, നിങ്ങള് ആരും ശ്രദ്ധിച്ചൊന്നും അറിയില്ല. പുള്ളി ഇടയ്ക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാന്ന് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരം കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് പുള്ളി ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. മനസ്സിലായോ? നമുക്ക് വേണ്ട, അങ്ങനെയുള്ള ഉത്തരം വേണ്ട. അത് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ബ്ലിങ് ആവും. സജു പാസ്റ്റർ പറയാൻ വന്നു. സജു പാസ്റ്റർ പറഞ്ഞിട്ട് ഫാദറിലോട്ട് പോകണം. എന്നുള്ള ഈജിപ്തിലെ ഒരു ദേവനെയും വെച്ചും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ആ ദേവനെയാണ് മുഹമ്മദ് ഏറ്റു പറഞ്ഞത്. ഈ ദേവന്റെ പേര് ലാഹ് എന്നാണ്. ഇദ്ദേഹം കുറെ നേരം ഈ DP ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദേവന്റെ പേര് ലാഹ് എന്നാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാന്നാണ്. വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തിനാ ബ്രദറെ ഹാഫ് കുക്ക്ഡ് ഇൻഫർമേഷൻ ആയിട്ട് വരുന്നത്? ബാക്കിയും കൂടി ഇട്. ബാക്കിയും കൂടി ഇട്. അൽ പ്ലസ് ലാഹ് എന്ന് പറഞ്ഞ പരിപ്രേക്ഷ്യമായിട്ട് നടന്നിട്ട് അതിനകത്ത് ഇലാഹ് എന്ന് പറഞ്ഞ എൻറ്റിറ്റി ലോപിച്ചുണ്ടായതാന്നുള്ള മുട്ടാപ്പോക്ക് നയമായിട്ട് നടക്കുന്ന ബ്രദർ തന്നെ ഇതൊക്കെ പറയണം. താങ്ക് യു വെരി മച്ച്. ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ ജിബോർ ബ്രദറെ. ഈ മാനുഷികമായ കൈകടത്തലുകൾ ബൈബിളിനകത്ത് ഉണ്ടെന്നും പറഞ്ഞാണ് ഇവരെ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ദൈവവചനത്തിനോടുകൂടി ആരെങ്കിലും ഒരു അഡീഷണൽ ചേർത്തു, ഇതാണ് ഇവരെ അവകാശപ്പെടുന്നത്. അതിനേക്കാൾ എത്രയോ ഭീകരമാണ് വയ്യ ഈ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മുഹമ്മദിന്റെ വായിക്കകത്തോട്ട് ദൂത് അല്ലെങ്കിൽ വെളിപ്പാട് കൊടുക്കുമ്പോൾ അതിനകത്ത് പിശാച് കൈകടത്തി അണ്ണാക്കിലോട്ട് വേറെ കയറ്റി കൊടുത്തെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അരുളപ്പാടുകൾ മുഹമ്മദിന്റെ വായിലോട്ട് പിശാച് കൊടുത്തു എന്ന് 53 പറയുന്നുണ്ടല്ലോ. അതാണല്ലോ സാത്താന്റെ വചനം എന്ന് പറയുന്നത്. പിന്നെ അത് കാലുവാരിയതാണല്ലോ. മനുഷ്യൻ ഒരാൾക്ക് വെളിപ്പാട് കിട്ടുമ്പോൾ അയാളുടെ ബുദ്ധിയിൽ നിന്ന്
4 വരി എഴുതുന്നതിനേക്കാൾ എത്രയോ ഭീകരവും ചതിയും അത് ദോഷകരവുമാണ് പിശാച് വെളിപ്പാട് ഒരുത്തൻ്റെ തലയ്ക്കകത്തോട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം കൂടെ വായനക്കാർ ശ്രദ്ധിച്ചു വേണം. ഇതുവരെ സമ്മതിക്കുന്നുണ്ട്. ഖുറാൻ തന്നെ പറയുന്നുണ്ട്, മുഹമ്മദിന് വെളിപ്പാട് കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് പിശാച് പ്രബോധനം ഇട്ട് കൊടുത്തു, അത് എഴുതി വെച്ചു, അവസാനം പിന്നെ അള്ളാഹുവിനും മുഹമ്മദ് അവിടെ തൂത്തുവാരി കളഞ്ഞാണ് പിന്നെ വേറെ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ചേർത്താൽ ഇത്ര പരിമിതിയുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്ര ഭീകരമാണ് അന്ധകാരത്തിൻ്റെ ശക്തി ഒരു പ്രവാചകൻ്റെ വെളിപ്പാടിനകത്തോട്ട് അഡീഷണൽ ചേർത്ത് കൊടുത്തു എന്നിവർ സമ്മതിക്കേണ്ടി വരുമ്പോൾ ഇവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ നിങ്ങളാരും യൂനിസിൽ നിന്ന് ഒരു മറുപടി കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം അനിൽ പാസ് ഇവിടെ പറഞ്ഞു 2 തരത്തിൽ ഇവർ വീഴും. അതാണ് ഇവരുടെ ഗതികേട്. ഒന്ന് അംഗീകരിച്ച് പോയെങ്കിൽ അള്ളാഹു ബ്ലിങ്ങാവും, അത് അംഗീകരിച്ചില്ലെങ്കിൽ ഇവരെ വല്ലാതാവും. അപ്പോൾ 2 തരത്തിൽ ഇവർ കർത്താവില്ലേ പരീക്ഷന്മാരോട് ചോദിച്ച ചോദ്യം പോലെ ആയിപ്പോയി. ഇതാണിപ്പോൾ കിടക്കുന്നത്. അതിന് ഉത്തരം പറയാനുള്ളവർ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. അല്ല വർഗീസ് പാസ്റ്ററെ, ഒരു സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സാത്താനിക് വേഴ്സസ് മുഹമ്മദിന്റെ നാവിലേക്ക് ഇട്ടുകൊടുത്തെന്ന് പറയുന്നത്, എന്നിട്ട് പിന്നീട് തിരുത്തിന്ന് പറയുന്നത്. അപ്പൊ പിന്നീടുള്ള ഈ ആയത്തുകളിൽ ഇതുണ്ടോ? അള്ളാഹ് മറന്നുപോയാ പിന്നെയും തിരുത്താൻ ഇനിയും ഉണ്ടോ അതിന്റെ അത് മാറ്റാനായിട്ട് ഈ സാത്താൻ ഇട്ട് കൊടുത്തത്? അങ്ങനെ ഒരു സംശയം വരും. ഇതെങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു പ്രവാചകനെ സാത്താൻ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഈ ഇത് ഇട്ട് കൊടുക്കുന്നു, വാക്കിൽ ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് അള്ളാഹ് പിന്നെ വന്ന് തിരുത്തി. അപ്പൊ പിന്നീടുള്ള ഇതെങ്ങനെ നമ്മള് പ്രൂവ് ചെയ്യും? ഇവരുടെ തന്നെ ലോജിക്ക് വെച്ച് പിന്നീടും ഈ സാത്താൻ ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ഇനിയും ഉണ്ടോ കുറെ വാക്യങ്ങള്, ഈ സാത്താൻ ഇട്ട് കൊടുത്ത വാക്യങ്ങൾ ഈ ബുക്കില് ഇനി മാറ്റാനായിട്ട്? അതൊരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് സജു പാസ്റ്ററിലോട്ട് പോയിട്ട് നമ്മുടെ വിഷയം അല്ലെങ്കിൽ മാറിപ്പോകും. സജു പാസ്റ്റർ ഈ സംസാരിച്ച വിഷയത്തിന് ഇന്റർജക്ട് ചെയ്യാന്ന് പറഞ്ഞു, പ്ലീസ് ഒന്ന് പറഞ്ഞ് അടുത്താളിനോട് പോകും. ഓക്കെ, നമ്മുടെ യുനൂസ് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഖുറാനിൽ തന്നെ സൗണ്ട് പോയി സജു പാസ്റ്റർ, അത് എനിക്കേ ഉള്ള കേൾക്കാത്ത. സജു പാസ്റ്റർ ഒന്ന് എക്സിറ്റ്. കേൾക്കുന്നില്ല. സജു പാസ്റ്റർ ഒന്ന് എക്സിറ്റ് ആയിട്ട് വരാമോ? സൗണ്ട് പോയി. സജു പാസ്റ്റർ മ്യൂട്ടാ. സജു പാസ്റ്റർ മ്യൂട്ടാണ്. ഒന്ന് എക്സിറ്റ് ആയിട്ട് കയറി വരാക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നെങ്കിൽ പ്ലീസ്. അപ്പോഴത്തേക്ക് നമുക്ക് സൗദ സിസ്റ്റർ എടുത്തു പോവാം. സൗദ സിസ്റ്റർ അല്ല, നമുക്ക് ഫഹദിലോട്ട് പോവാം. സൗദ സിസ്റ്റർ ഫഹദിലോട്ടൊന്ന് പോട്ടെ. ഫഹദ് കേൾക്കുന്നുണ്ടോ? അല്ലെ മെഹറിഷ് കേൾക്കുന്നുണ്ടോ? മെഹറിഷ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കണം. ഇവിടെ മറ്റേതാണെന്നും പറയാൻ സംസാരിക്കാനുള്ള സമയമില്ല. നിങ്ങളെ വാൺ ചെയ്തേക്കുവാണ് നിങ്ങളുടെ ദാവാകാര് ഈ ക്രിസ്ത്യാനികളുടെ റൂമിൽ വരലെന്ന്. അതുകൊണ്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, സമയം കളയാതെ. ഓക്കെ, അപ്പോ ഈ മുൻവേദങ്ങള് മാറ്റത്തിരുത്തുകൾ വരുത്തിയെന്ന് നിങ്ങൾ ചോദിച്ചു. ഖുർആനിൽ ഒരുപാട് ഭാഗത്തുണ്ട്. 5-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ പറയുന്നു, അള്ളാഹു ഇസ്രായേൽ സന്തതികൾക്ക് കരാർ നൽകിയത്, അത് 13-ാം വചനത്തിൽ, അങ്ങനെ അവർ ആ കരാർ ലംഘിച്ചതിന്റെ ഫലമായി നാം അവരെ ശപിക്കുകയും അവരുടെ മനസ്സുകളെ നാം കടുത്തതാക്കി തീർക്കുകയും ചെയ്തു. വേദവാക്യങ്ങളെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു. അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ ഒരു ഭാഗം അവർ മറന്നു കളയുകയും ചെയ്തു. അവർ അല്പം ചിലരൊഴികെ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന നീ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ അവർക്ക് നീ മാപ്പ് നൽകുകയും അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക. നല്ല നിലയിൽ വർത്തിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടും. 5-14 ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്നും നാം കരാർ വാങ്ങുകയുണ്ടായി. എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്ന് ഒരു ഭാഗം അവർ മറന്നു കളഞ്ഞു. അതിനാൽ അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരേക്കും ശത്രുതയും വിദ്വേഷവും നാം ഇളക്കിവിട്ടു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു പിന്നീട് അവരെ പറഞ്ഞറിയിക്കുന്നതാണ്. 5-15 വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു.
പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കിതാ അള്ളാഹുവിങ്കൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു എന്ത്, ബൈബിളിലത്തെ കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചു, ഒളിച്ചു വെച്ചു എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഈ ഖുർആൻ ഇറങ്ങേണ്ട ആവശ്യകത അവിടെ വ്യക്തമായിട്ട് എന്ത് ചെയ്തു, ദൈവം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ കുറെ നേരമായാലും പറയുന്നു ഖുർആനുണ്ടോ, നബി പറഞ്ഞിട്ടുണ്ടോ? ഖുർആനുണ്ട്, ബൈബിളില് അല്ലല്ല മറച്ചു അപ്പം വെച്ച് സത്യങ്ങൾ മറച്ചു അല്ലല്ല, വെച്ചിട്ടുണ്ട് ഒരു എന്ന് മിനിറ്റ്. ഖുർആനുണ്ട്. മാരേഷ് ആ മാരേഷ് 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 ഒരു മിനിറ്റ്, മ്യൂട്ട്. അപ്പം ഈ വേദത്തിനെ ശരിവെച്ചു എന്ന് പറയുന്നത് ആരാ പറയുന്നത്? അതെ, ആ വേദത്തിനെ ശരിവെച്ചു എന്ന് വെച്ചാൽ ആരാ അത് പറയുന്നത്? ഇറക്കിയ ദൈവവും ഇത് ആരാ ഇറക്കിയ ദൈവവും ഒരാൾ ശരിവെച്ച ആരാ? തന്നെയാണ്. അല്ല, അതിന്റെ അല്ല, ഒരാൾ എന്നുള്ള ചോദിച്ചു. ശരിവെച്ചു എന്ന് പറഞ്ഞത് ആരാ? അതെ, ശരിവെക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതിനെ തള്ളാൻ ശരിവെച്ചു എന്ന് പാടില്ലല്ലോ. പറഞ്ഞത് ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. സിമ്പിൾ ആരാണ്? ആൻസർ. ദൈവം പറഞ്ഞു ദൈവം ശരിവെക്കുന്നത്. എന്നാണ് നിങ്ങളുടെ ഖുറാനിൽ എഴുതിയിരിക്കുന്നത്. അതെ, ഖുറാനിൽ അതിൽ ദൈവം എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. മറച്ചു വെച്ചു, മാറ്റത്തിരുത്തലുകൾ വരുത്തിയത് കൊണ്ടല്ലേ. അപ്പം മുഹമ്മദിനും ഈ ഉമറിനും ഇവർക്കൊന്നും അറിയത്തില്ലായിരുന്നു ആ തിരുത്തലുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അറിയാലോ, അതുകൊണ്ടാണല്ലോ പുതിയ വേദഗ്രന്ഥം സ്വീകരിച്ചത്. അല്ലെങ്കിൽ അത് വെച്ചിട്ട് മുന്നോട്ട് പോലെ, അല്ലെങ്കിൽ ആ ബൈബിളുമായിട്ട് മുന്നോട്ട് പോലെ. അത് ആ കാലഘട്ടത്തിലും ആ ബൈബിളിനെ സമൂഹത്തിലും മാത്രം ഇറങ്ങിയതല്ലേ. ഒരു മിനിറ്റ്. ബൈബിളിനെ തള്ളി എന്നുള്ള ഒരു ഇത് പറഞ്ഞ് ഖുറാൻ എന്നൊരു അതെ, വാക്യം. ബൈബിള് തോറാത്തിനെയും ബൈബിളിനെയും ഇഞ്ചിലിനെയും തള്ളി എന്നുള്ളതിന്റെ ഒരു ഇത് ആരും പറഞ്ഞു. തള്ളൂല. ബൈബിളും തോറയും സങ്കീർത്തനവും അതായത് സബൂറും തള്ളാൻ ഇസ്ലാമിന് പാടില്ല. അതിലെന്തായി? ഇതാ ഇഞ്ചിയിലോ? 5-ാം അധ്യായം, ഇഞ്ചിയിലോ? അതിൽ വചനം പറയുന്നേ, വചനം കേൾക്കൂ. 5-ാം അധ്യായം 15 പറയുന്നു, വേദക്കാരെ. അതാരോടാണ്? മുൻ വേദക്കാർ, തൗറാത്തും ഇഞ്ചിയിലും സബൂറും നൽകപ്പെട്ടിട്ടുള്ള വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ അഥവാ വെളിപ്പെടുത്തി തന്നുകൊണ്ട് കടന്നു വന്നത് മസീഹ് ഈസായാണെന്ന് വ്യക്തമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. നബി. മസീഹ് ഈസായാണ് വെളിപ്പെടുത്തി വന്നത്. മസീഹ് ഈസായെ തള്ളിക്കളഞ്ഞവരെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആയത്ത്. നിങ്ങളല്ല തള്ളിക്കളഞ്ഞത്, നിങ്ങളല്ല. യഹൂദന്മാര് കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരെ കുറിച്ചാണ് ഒരു വിഭാഗം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞത്. അതിനെ ബൈബിള് മൊത്തം തള്ളിക്കളഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഖുർആനും അറിയില്ല, ബൈബിളും അറിയില്ല എന്നുള്ളത് മനസ്സിലായി. അവിടെയും ഇതിനെ തൊടാതെ നിങ്ങൾ സംസാരിക്കാം. ചേച്ചി 5-14 അല്ല, ഒരു കാര്യം കൂടെ നിങ്ങൾ പറഞ്ഞു, ഈ തിരുത്തിയ ഗ്രന്ഥത്തെയാണോ ശരിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആയത്തിറക്കി തന്നത് മുഹമ്മദ് നബി? അയ്യോ, അപ്പൊ നല്ല മുഹമ്മദ് നബി, ബെസ്റ്റ് പാർട്ടി, ബെസ്റ്റ് മുഹമ്മദ്. അത് ശരിവെച്ചുകൊണ്ട് അതിന്റെ ആശയങ്ങൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നോ തോറയും ഇഞ്ചിയിലും സബൂറും മക്കളോട് പറഞ്ഞത് അത് തന്നെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ അതിലെന്ത് ചെയ്തു? എന്നിട്ട് ഏത് ശരി എന്തുവാ നിങ്ങൾ ശരി എന്തുവാ വെച്ചാൽ ദൈവമാര് അല്ലാതെ ദൈവമാരെന്നല്ല, നിത്യജീവനിൽ പോകാനുള്ള വഴി എന്താണെന്നാണ്. നിത്യജീവനിൽ പോകാൻ മരണാനന്തര ജീവിതം എവിടെ? സൗദ ചേച്ചി, ഒറ്റ ചോദ്യം. യേശു ആകാശവും ഭൂമിയും തന്റേതാണ്, അതിലുള്ളതെല്ലാം തന്റേതാണെന്ന് പറഞ്ഞ ഒരു വചനം കാണിച്ചു തരാൻ പറ്റുമോ? ഒറ്റ വചനം. അത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം വായിച്ചു നോക്കും മോനെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായമാണ്. എന്റേതാണ് എന്ന് പറഞ്ഞ ഒരു വചനം. മത്തായി സുവിശേഷം 28-ാം അധ്യായം വായിച്ചു നോക്ക്. മത്തായി സുവിശേഷം 28 വായിക്ക്. മത്തായി സുവിശേഷം 28 വായിക്ക്. തലച്ചോറിൽ കയറ്റിയതാണ്. മത്തായി സുവിശേഷം 28 വായിക്ക്. സർവ്വഭൂമിയുടെ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ വചനം അവിടെ ഉണ്ട്. മത്തായി 28 വായിക്കട്ടെ. അവസാന വാക്ക് വായിര്. സ്വർഗത്തിനും ഭൂമിക്കും സർവ്വ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന്. അധികാരമുണ്ട്, പ്രവാചകന്മാർക്കൊക്കെ അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? പ്രവാചകന്മാർക്കൊക്കെ അധികാരം ഉണ്ടെന്ന് എവിടെ എഴുതിയിരിക്കുന്നു? സർവ്വഭൂമി മെറീഷ, ഞാനൊരു വാക്യം തരാം, വായിച്ചിട്ട് കണ്ടുപിടിക്കും. ആകാശവും ഭൂമിയുടെ ഞാൻ പറഞ്ഞുതരാം. ഒച്ച വെക്കണ്ട, വാക്യം തന്നാ പോരെ. താങ്കൾ പോയിട്ട് ആകാശവും ഭൂമിയും എന്റേതാണ്, ഞാൻ സൃഷ്ടിച്ചതാണ് എന്ന വാക്യം. എന്റെ സുഹൃത്തെ, ഇത് ഒന്ന് കേട്ടെ. എബ്രായ ലേഖനം 1:8-9.
അത് വായിക്കുക. പാസ്റ്റർ 8:9 മ്യൂട്ടായി എടുത്ത് പോയല്ലോ, മഹേഷ് വായിക്കുക. പാസ്റ്റർ മ്യൂട്ടായി പോയല്ലോ പാസ്റ്റർ. മ്യൂട്ടായി എബ്രാർ 1:8-9 ആ 8:9 വായിച്ചു. അത് വായിച്ച്. ആ അതില് പിന്നെ 1:8 പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം, ദൈവമേ എന്നാ വിളിക്കുന്നത്, ദൈവമേ നിന്റെ സിംഹാസനം വ്യാഖ്യാനം എന്നും വേണ്ട, എന്നേക്കുമുള്ളത്. വായിക്ക്. അല്ലല്ല, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ. ഇതിലെവിടെ ആകാശവും ഭൂമിയും ഞാൻ നിർമ്മിച്ചു എന്നുള്ള വചന വേണ്ടത്? എന്തൊരു ആകാശവും കഷ്ടം. ഭൂമിയും ഞാൻ നിർമ്മിച്ചതാണ്, ആ വചന വേണ്ടത്. അങ്ങനെ പെർഫെക്റ്റ് അത് ആയിട്ടുള്ള വചനമുണ്ട്. വായിക്ക്, മുഴുവൻ ആകാശവും വായിക്ക്. ഭൂമിയും 9 വായിക്കാം. 9 നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ടു അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവേ നീ പൂർവ്വകാലത്തു ഭൂമിക്കു അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളിൽ പ്രവൃത്തിയാകുന്നു. ഇതിലെവിടെ ആകാശവും ഭൂമിയും ഞാൻ സൃഷ്ടിച്ചു എന്നുള്ള വചനമാണ് വേണ്ടത്, ഡയറക്റ്റ് വചനം. അയ്യോ. അല്ല എവിടെ? അല്ല ഒരു ദൈവത്തിന് അങ്ങനെ പറഞ്ഞൂടെ? എന്നാ ഖുർആനിൽ ധാരാളം വചനങ്ങളുണ്ട്, ആകാശവും ഭൂമിയും ഞാൻ സൃഷ്ടിച്ചാകുന്നു, അത് എന്റേതാകുന്നു എന്ന് ഒരുപാട് വചനങ്ങളുണ്ട്. അതുപോലത്തെ അള്ളാഹു തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? ഞാൻ ആകാശത്തെ കൊണ്ട് സത്യം പറയുന്നു, ഞാൻ പേന കൊണ്ട് സത്യം പറയുന്നു, ഞാൻ ദൈവമാണെന്ന് കാണുന്നതിനെ കൊണ്ട് സത്യം പറയുന്നു, കാണാത്തത് കൊണ്ട് സത്യം പറയുന്നു, എഴുത്തുകോലെ കൊണ്ട് സത്യം പറയുന്നു, കാക്കയെ കൊണ്ട് സത്യം. ഇതൊക്കെ നിങ്ങളുടെ അള്ളാഹുണ് പറയുന്ന സുഹൃത്തെ. എന്താണ് നിങ്ങൾ പറയുന്നത്? ഒരു വചനം കാണിക്കും നിങ്ങൾ അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് കാണിക്കും നിങ്ങളുടെ അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ളത്. സത്യം ചെയ്യുന്നു, തള്ളി ഇറക്കുന്നതിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അല്ല അനന്തരാവകാശി, അല്ല ഭൂമിയുടെ ആകാശത്തിന്റെ അനന്തരാവകാശി നിങ്ങളാകുന്നു എന്തോന്നൊരു വചനം ഞാൻ കണ്ടു. അങ്ങനെ ഒരു ഖുർആൻ ഞാൻ വായിച്ചായിരുന്നു. ഈ വാക്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ എല്ലാരും കേട്ടോ, ഒച്ച വെക്കരുതേ, ഇടയ്ക്ക് കയറും ചെയ്യും. ഇല്ല 1:6. അയ്യാ നിങ്ങളോടല്ല ഞാൻ പറഞ്ഞ, നമ്മുടെ മഹർഷിയോടാ. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അവൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ഇനി അടുത്തത് പുത്രനോടോ, കൺസേണിങ് അബൌട്ട് ദ സൺ ഓഫ് ഗോഡ്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. അടുത്ത കേട്ടോ, കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കയില്ല എന്ന് പറയുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? യേശുവിനെ പറ്റിയ എന്താ പ്രശ്നം? സംശയം? ഞാൻ പറയുന്നത് ഒറ്റ വചനാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഞാനാകുന്നു എന്ന് യേശു പറയുന്ന ഒരൊറ്റ വചനം. അതാണ് ഇന്ന് ഖുർആനിൽ ഒറ്റ വചനം ഖുർആൻ വായിക്കാം. അല്ല അതന്നെ പറയുന്നത്. അല്ല ഇതുപോലത്തെ സാമ്യപ്പെടുത്തിയ വചനങ്ങൾ മതി. 2-ാം അധ്യായം 255. അവനല്ലാതെ ദൈവമില്ല. അല്ല 2-ാം അധ്യായം 255 അവനല്ലാതെ ദൈവമില്ല. ഒന്ന് പറയട്ടെ പ്ലീസ്. ഖുറാനുണ്ട്, ഹർഷ ഖുറാനുണ്ട്, കുറെ ഖുറാനുണ്ട്, 36 ഖുറാനുണ്ട്. അല്ല സൗദ ചേച്ചി, 36 ഖുറാനുണ്ട്. അല്ല മോനെ 36 ഖുറാനുണ്ട്. അതിൽ ഏതിലെ ഖുറാനെന്നും കൂടെ പറഞ്ഞിട്ട് പറ. ഇവിടെ എല്ലാവരുടെ കയ്യിലുള്ള ഒറ്റ ഖുർആനേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ വായിച്ച ഒറ്റ വചനം. 2-ാം അധ്യായം ഒറ്റ വചനം വായിക്കട്ടെ. ഒറ്റ വചനം. ഇതിനെ കടപിടിക്കാൻ പറ്റുന്ന ഒരു ബൈബിൾ വചനം മതി. 2-ാം അധ്യായം 255. ദൈവം അവനല്ലാതെ ദൈവമില്ല, അള്ളാഹു അവനല്ലാതെ ദൈവമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല, അവന്റേതാണ്. ബൈബിളിലെ കോപ്പി അടി, ബൈബിളിലെ ചേച്ചി എന്തിനാ ഇത്ര അസഹിഷ്ണുത? പറയട്ടെ. അള്ളാഹു അവനല്ലാതെ ദൈവമില്ല, എന്നെന്നും. ആരാ പറഞ്ഞത് മഹേഷ്? ആരാ പറഞ്ഞത്? ഒന്ന് പറഞ്ഞേക്കെ. മുഹമ്മദല്ലേ പറയുന്നത്? ഇല്ല ബ്രദറെ, നിങ്ങൾ ഇങ്ങനെ വായിച്ചിങ്ങോട്ട് പോയല്ലേ. ഇത് ആരെടുത്താ പറയുന്നത്? ഒരു വചനം വായിക്കാൻ അനുവദിക്കും പ്ലീസ്. പ്ലീസ്.
ഒരൊറ്റ അവനല്ലാതെ വചനം. ദൈവമില്ല എന്നാരാ പറഞ്ഞത്? അല്ല, ഒരു വചനം അവനല്ലാതെ ഞാനൊന്ന് ദൈവമില്ല വായിച്ചോട്ടെ എന്നാരാ ആയത്ത് പറഞ്ഞത്? സിസ്റ്ററെ, ഏതാ ഒരു സിസ്റ്ററെ. മിനിറ്റ് സൂറത്ത്? അവിടെ ഏത് നിൽക്ക്, പറയൂ. സൂറത്ത്? ഏതായത്ത്? ഏതായത്ത്? ഞാൻ ഒന്നുകൂടെ അവനല്ലാതെ വായിക്കട്ടെ. ഞാൻ വായിക്കട്ടെ. 2-ാം അധ്യായം എല്ലാവരോടും ഇടപെടൽ. 255 രണ്ടാം അധ്യായം പശു 220 256 എത്ര 255 പറഞ്ഞ? ഈ 255 അള്ളാഹു അവനല്ലാതെ ദൈവമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം ശരി, അവിടെ നിർമ്മിക്കുന്നവൻ. നിക്ക്, എന്നെ ഞങ്ങൾ ഒന്ന് നോക്കട്ടെ. അവിടെ വായിച്ചോട്ടെ നിക്ക്. സിസ്റ്ററെ. എന്ത് ഇത്ര വേണ്ട, അസഹിഷ്ണുത? ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾ അല്ല, നോക്കട്ടെ. ഒരു വചനം നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഇത്ര അല്ല, നിങ്ങൾ പൊളിച്ചോടെ നുണയാണ് പറയട്ടെ. ഒരു പറയുന്നത്. വചനം മാരേജ് വായിക്കുമ്പോഴേക്കും നിങ്ങളെ ഇടപെടലല്ല, മതം പൊളിഞ്ഞു പ്ലീസ് വീഴുവോ? ഒരു മാരേജ് വചനം മാരേജ് വായിക്കുമ്പോഴേക്കും മ്യൂട്ട് നിങ്ങളെ ചെയ്യൂ. മാരേജ് ഒരു മ്യൂട്ട് വചനം അല്ല, ചെയ്യൂ. 5 കേൾക്കാൻ മിനിറ്റ് പോലും ആയിട്ട് നിങ്ങൾക്ക് മാരേജ് തന്നെ പറ്റില്ല. മ്യൂട്ട് വായിക്കണം. ചെയ്യൂ. അല്ല, ഒരു വചനം, മാരേജ് ഒറ്റ വചനം, ഒരു വചനം മാരേജ് പ്ലീസ്. ഖുർആനിലെ ഒരു മാരേജ് വചനം എന്റെ മാരേജ് കയ്യിൽ മ്യൂട്ട് നിന്നല്ല. ചെയ്യൂ. 2-ാം അധ്യായം മാരേജ് 255 അള്ളാഹു മാരേജ് മ്യൂട്ട് മോനെ, അവനല്ലാതെ ഈ ചെയ്യൂ. ദൈവമില്ല. വാക്യം മാരേജ് മ്യൂട്ട്. ആരോട് പറയുന്നതാ? ഈ അത് ഞാൻ വാക്യം പറഞ്ഞുതരാം. ആരോട് അത് ഞാൻ പറഞ്ഞു. പറയുന്നതാ? ആദ്യം വചനം ഒന്ന് പൂർത്തീകരിക്കാൻ സമ്മതിക്കും. അല്ലല്ലോ, ഖുർആനിലുള്ള ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ വചനങ്ങളല്ലേ. വായിച്ചിട്ടുള്ളതാ, ഞങ്ങൾ അല്ലല്ല, വായിച്ചിട്ടുള്ളതാണ്. സൗദി ചേച്ചി ആരോട് പറയുന്നതെന്ന് പറഞ്ഞിട്ട് വായിച്ചാ ഞാൻ മതി. പറഞ്ഞു തരാം, ഇല്ലല്ല, ആരോട് ആദ്യം പറയുന്ന വചനമാണെന്ന് പറഞ്ഞിട്ട് നീ ആ വായിച്ചാ മതി. ആരോട് പറയുന്ന വചനമാ അള്ളാഹു മലക്ക് ഈ മുഖേന, വചനം? ദൈവം മലക്ക് മുഖേന, ഗബ്രിയേൽ എന്ന മലക്ക് മലാഖ മുഖേന, മുഖേന മലക്ക് മുഖേന. ഈ മുഹമ്മദ് നബിക്ക് മലക്ക് വഹി പറഞ്ഞിട്ട് അയച്ച് ആരെങ്കിലും ഇറക്കി കണ്ടോ? കൊടുത്ത. ഞാനൊന്ന് വല്ല പറഞ്ഞോട്ടെ, തെളിവുണ്ടോ? വല്ല ഞാനൊന്ന് തെളിവുണ്ടോ? പറഞ്ഞോട്ടെ ഈ ചേച്ചി. മലക്ക് എത്ര മുഹമ്മദിനോട് കഷ്ടണ്ട് പറഞ്ഞിട്ട് തെളിവുണ്ടോ? ഖുർആന്റെ സൗദ ഇത് ചേച്ചി. ഒരു കോപ്പി. വചനം വരെ എന്റെ കേൾക്കാനുള്ള പൊന്നുമോനെ, ആ ബൈബിളിലാണ് സഹിഷ്ണുത നിങ്ങൾക്കില്ലേ? എഴുതിയിരിക്കുന്നത്, പിന്നെ ഞാനല്ലാതെ നിങ്ങൾ ഒരു എങ്ങനെ? അന്യ ദൈവം നിനക്കുണ്ടാകരുത്, ഞാനൊന്ന് ഞാനല്ലാതെ പറയട്ടെ ഒരു അന്യ ചേച്ചി, ദൈവം നിനക്കുണ്ടാകരുതെന്ന് ഞാനൊന്ന് പറയട്ടെ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അത് വചനമാണ്. പറഞ്ഞോട്ടെ. ഇത് കോപ്പി അടിച്ച് വെച്ചിട്ട് അത് ഓക്കെ അത് ഓക്കെ ഓക്കെ അള്ളാഹു ഓക്കെ. പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് ഒരു വചനം, വായിക്കുന്നത്. സൗദ അത് ചേച്ചി, ഞങ്ങൾക്ക് കേൾക്കണ്ടാന്നാ ഒരു പറഞ്ഞത്. വചനം അത് വരെ അതാണ് കേൾക്കണ്ട. ഞങ്ങളെ നിങ്ങൾ ബൈബിളിലുണ്ട്, എന്തിനാ ദാവാക്കാർക്ക് ഞങ്ങളുടെ ആപ്പുറത്ത് ബൈബിളിലുണ്ട് എഴുതിയിരിക്കുന്നത്? ഒരു മോനെ, ഞങ്ങളുടെ പയ്യനായ ഒരു ബൈബിളിലുണ്ട് ഒരു മോനെ. ഒരു ചെറുപ്പക്കാരനായ ആയിരക്കണക്കിന് എന്നെ വചനം പോലും നിങ്ങൾക്ക് ഞങ്ങളുടെ കേൾക്കാൻ വയ്യ. ബൈബിളിലുണ്ട്. ഒരു ചെറുപ്പക്കാരനായ ഒരു ഇസ്ലാമിനെ പറ്റി അറിയാത്ത എന്നെ പോലും നിങ്ങൾ കേൾക്കാൻ വയ്യ. ഒരു വചനം പോലും അല്ലല്ല, കേൾക്കാൻ ഇയാളെ സ്ഥിരം പരിപാടി ഒന്നും ഇവിടെ ഒരു നടക്കില്ല. വചനം, ഒരു ഇരവാദം ചെറുപ്പക്കാരന്റെ വചനം പോലും ഇരവാദം ഒരു കൊണ്ടുവന്നു. ചെറുപ്പക്കാരന് ഇരവാദം. ഖുർആനിലുള്ള ഒരു ഒന്ന് വായിച്ചു വചനം വരെ തീർക്കട്ടെ. വായിക്കാൻ അയാൾ നിങ്ങൾ ഒന്ന് വായിച്ചു അനുവദിക്കാതിരുന്നിട്ട് തീർക്കട്ടെ. എങ്ങനെ ശരി, ഇസ്ലാം വായിക്കട്ടെ, മുന്നേറും സഹോദരന്മാരെ, വായിക്കട്ടെ. നിങ്ങൾ പറയുന്നത്? അല്ല, ശരി, വായിച്ച് വായിക്കട്ടെ, തീർക്കട്ടെ. വായിക്കട്ടെ, എല്ലാവരും ഒന്ന് പോരെ, മ്യൂട്ട് ചെയ്യൂ. വായിക്കട്ടെ, ഒന്ന് വായിക്കട്ടെ. ഒരു എല്ലാവരും ഒന്ന് മ്യൂട്ട് വചനം ചെയ്യൂ. ടൈം അനുവദിക്കൂ. കൊടുക്കുക. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇയാളൊന്ന് എല്ലാവരും ഒരു ഒന്ന് വായിച്ച് മ്യൂട്ട് ചെയ്തേ. വചനം വായിക്കാൻ വായിച്ച് അനുവദിക്കൂ. തീർത്തിട്ട് ഇയാൾ എല്ലാവരും ഒന്ന് മ്യൂട്ട് മൗനമായിട്ടിരിക്കണം. ചെയ്തേ. വായിച്ച് തീർക്കാൻ. ആ അല്ല വചനം ഞാൻ വായിക്കട്ടെ. അപ്പൊ നിങ്ങൾ അസഹിഷ്ണുത നിൽക്കൂ. അപ്പോ വാചകവാടി വേണ്ട, 2-ാം വായിച്ചാൽ അധ്യായം, മതി. സോറി സർ, 2-ാം അധ്യായം 255 അള്ളാഹു അവനല്ലാതെ ദൈവമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല, അവന്റേതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം, അവന്റെ അനുവാദപ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. അവന്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. അവൻ ഉന്നതനും മഹാനുമത്രേ. ഇതിനെ കിടപിടിക്കാൻ പറ്റുന്ന ഒരു വചനം കൊണ്ടുവാ. പാസ്റ്റേ, ഒരു ഒരു വചനം. വചനമല്ല, ആയിരക്കണക്കിന് വചനമുണ്ട്. ഒന്ന് കൊടുത്തേ, ഒന്ന് കൊടുത്തേ, ഒന്ന് കൊടുത്തേ. ഇതിനെ കിടപിടിക്കുന്ന വചനം ബൈബിളില്ല. മെഹർഷി വായിച്ചു കഴിഞ്ഞു. മെഹർഷി വായിച്ചു കഴിഞ്ഞു. മെഹർഷിന്റെ ചോദ്യമൊക്കെ കഴിഞ്ഞു. മെഹർഷി ബൈബിള് കണ്ടിട്ട് പോലും ഇല്ല അല്ലേ? മാരേജ് അല്ലല്ല, മ്യൂട്ട് ബൈബിളിൽ ചെയ്യൂ. മുമ്പിലുണ്ട്. മാരേജ് മ്യൂട്ട് ചെയ്യൂ. സംസാരിക്കണ്ട. മാരേജിന് മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്യേ. ഇനി മൈക്ക് എടുക്കല്ലേ, ഞാൻ പറയാതെ പിള്ള മൈക്ക് മ്യൂട്ട് എടുക്കല്ലേ. ചെയ്തിരിക്കെ. പിള്ള മ്യൂട്ട് ചെയ്തിരിക്കെ. 121 സങ്കീർത്തനത്തിനകത്തെ വാക്യം അള്ളാഹു കോപ്പി അടിച്ചിരിക്കുകയാണ്. ദൈവം, ഇസ്രായേലിന്റെ പരിപാലകന ദൈവം, ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, അവൻ നിന്റെ പരിപാലകൻ. അപ്പോൾ ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കുന്നു എന്ന് പറയുന്ന ആ വാക്യം ബൈബിളിൽ വായിച്ചിട്ട്, അത് മുഹമ്മദ് വായിച്ച് കേട്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, കോപ്പി അടിച്ചതാണ്. ഇത് ഞാനല്ലാതെ ദൈവമില്ല, ഞാൻ നീതിമാനായ ദൈവമാണ്, മറ്റൊരു ദൈവമില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം അരുളി ചെയ്ത വചനത്തിന്റെ കോപ്പി അടിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ തള്ളിയിരിക്കുന്നത്. ഇനിയും ഇദ്ദേഹം ഇതേ ആദ്യം മുഹമ്മദ് ഈ അള്ളാഹു പറയുന്നത് അനുസരിക്കണം. ബഹറിഷെ, നിങ്ങൾ മുൻ വേദങ്ങളൊന്ന് പോയി വായിക്കണം. മുൻ വേദങ്ങളിനകത്ത് ഈ വാക്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിക്കണം. എക്സ്ക്യൂസ് മീ പാസ്റ്റേ, ആ വാക്യങ്ങൾ ഒന്ന് കൊടുത്തോ പാസ്റ്റേ, ഒന്ന് നോട്ട് ചെയ്യാൻ പറ പാസ്റ്റേ, ആ വാക്യങ്ങൾ ഒന്ന് കൊടുക്ക. വണ്ടിയില്ലാത്ത ഞാൻ പറയാം, എന്നിട്ട് ചോദിക്കണം. എന്നെ ഒളിച്ച് നിങ്ങൾക്ക് എവിടെ പോകാൻ കഴിയും? ബൈബിളിലെ വാക്യമാണ് കേട്ടോ. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ? ബൈബിളിലെ വാക്യമാണ്. ഇനിയും ഈ ആകാശത്തിന്റെയും ഭൂമിയുടെ കാര്യമല്ല ബൈബിളിനകത്ത് പറയുന്നത്. ദൈവ സർവ്വ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവാണെന്നാണ് ബൈബിൾ പറയുന്നത്. ആകാശങ്ങളും ഭൂമിയും
ആകാശങ്ങൾ എന്തും വേണ്ടിയുണ്ടോ, ഭൂമിയും നമ്മൾ വസിക്കുന്ന ഭൂമിയും അതെല്ലാം ദൈവത്തിൻ്റെതാണ്. അടുത്ത വാക്യം, അവൻ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല അവരെ പേർ ചൊല്ലി വിളിക്കുന്നു. ബൈബിളിലെ വാക്യമാണ് ഇത്. ഇതുപോലെ തന്നെ ഇനിയും തിമത്യോസിന്റെ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, അവൻ ധന്യനായ ഏകാധിപതിയും കർത്താതി കർത്താവും രാജാതി രാജാവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനും ദൈവത്തെക്കുറിച്ചുള്ള വചനമാണ്. ഇതുപോലെ ഇയാൾ ചോദിച്ച ഒരു വാക്യതാണ്. ഇയാൾ നിങ്ങളുടെ ഈ ഖുറാനകത്ത് അള്ളാഹു അടിച്ചുകൊണ്ട് വന്നത് മുഴുവൻ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം തന്നെക്കുറിച്ച് തന്നെ അവകാശപ്പെട്ടിട്ടുള്ള അവകാശവാദങ്ങളാണ്. ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്നവൻ, സർവശക്തനായ ദൈവം, സകലത്തെ അധികാരമുള്ളവൻ, പിന്നെ 55 സംഖ്യ ദൈവം 50 സംഖ്യ ദൈവം ചോദിക്കുന്ന പോലെ ഇതെല്ലാം ഞാനല്ലേ ഉളവാക്കിയത്, ആകാശത്തെ ഉണ്ടാക്കിയ ഞാനാണ്, ഭൂമി ഇതെല്ലാം എൻ്റെ വകയല്ലേ, ദൈവം ചോദിക്കുന്നതാണ്, ഇതെല്ലാം എൻ്റെ വകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ വകയാണെന്ന് ബൈബിളിനകത്ത് പറയുന്നുണ്ട്. അപ്പം ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന വാചകത്തെ നമ്മുടെ മൂപ്പിൽസ് കോപ്പിയടിയാണല്ലോ കിതാബെന്ന് പറഞ്ഞ നിങ്ങളുടെ കിതാബ്. നാട്ടിലെ കഥകൾ, കെട്ടുകഥകൾ, കഴിവിക്കഥകൾ, പിന്നെ സ്വരാഷ്ട്രീയ മതത്തിലെ കഥകൾ, യഹൂദ കെട്ടുകൾ, യഹൂദ തൽമൂദ് കഥകൾ, പിന്നെ ക്രൈസ്തവ പിൽക്കാലങ്ങളിൽ വന്ന പുസ്തകങ്ങള്, സൂഡപ്പിഗ്രഫ പുസ്തകങ്ങൾ, ഇതിൽ നിന്നെല്ലാം കൂടെ 900 പുസ്തകങ്ങളിൽ നിന്ന് കോപ്പിയടിച്ച് ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു വാക്യമൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ പൊന്നു മെഹറിഷ് പയ്യനെന്നല്ലേ പറഞ്ഞത്. പയ്യൻ ആദ്യം ഞങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അസ്വസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്തറിയാമോ? ഇയാൾ ഇതിക്കോട്ട് എടുത്തോണ്ട് വരുന്നതിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ്, 500 വർഷങ്ങൾക്ക് മുമ്പ് തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ കോപ്പി അടിച്ച് നിങ്ങളുടെ അള്ളാഹു, നിങ്ങളുടെ ദൂതൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറയുമ്പോൾ ഇതിന് തുല്യം പക്ക ഒരെണ്ണം കൊണ്ട് തരാമോ? ഇതിനെല്ലാം ഈ പറഞ്ഞ എല്ലാം ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. അതല്ലെന്ന് ഇയാൾക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ? അതാണ് അറിയണത്. ഇയാൾ ആദ്യം പോയി പറഞ്ഞോട്ടെ. ഞാനൊന്നും വരാവേ, സാറ് പറഞ്ഞു കഴിഞ്ഞോ? മെഹറീഷിലേക്ക് വരാവേ. സാറ് പറഞ്ഞ നാടില്ല. ഞാനൊരു കാര്യം നിങ്ങളെ സംബന്ധിച്ചോളം ബൈബിളിൽ ചോദിച്ചാൽ പറയാൻ ഒരു മടിയും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. അങ്ങ് കാണിച്ചത് വളരെ ഖുറാനിലെ മനോഹരമായൊരു ഭാഗമാണ്. ഖുറാനിൽ വളരെ മനോഹരമെന്ന് തോന്നുന്നു ഒത്തിരി ഭാഗം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വല്ലവന്റെയും കോപ്പിയാണ്. അതുകൊണ്ടാണ് അത് മനോഹരമായിട്ടിരിക്കുന്നത്. അപ്പോ ബാക്കി സ്വന്തം എന്ന് പറയുന്ന ഭാഗമെല്ലാം വൈരുദ്ധ്യമായി. ചന്ദ്രൻ പിളർന്നതും അൽഫീൽ എന്ന് പറഞ്ഞ അധ്യായം താങ്കൾ വായിച്ചാൽ മതി. അവിടെ ആനപ്പടെ പക്ഷി വന്ന് കല്ലെടുത്തെറിയുന്ന കഥയൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണ് ആനപ്പട ഈ 1500 കിലോമീറ്റർ യുദ്ധം ചെയ്യാൻ പോയെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരവില്ല. അത് വേറെ കാര്യം, പോട്ടെ. എങ്കിലും താങ്കൾ ഇത് നല്ല കാര്യം കേട്ടോ, നല്ല കാര്യം. ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇത് എഴുതിയ വഴിക്ക് പറ്റിപ്പോയ ഒരു ചെറിയ അബദ്ധമാണ്. ഈ അബദ്ധം ഞാൻ എൻ്റെ ഒരു ഭാഷയിലൊന്ന് വിശദീകരിക്കാം ആദ്യം. അത് നമ്മൾ മുഷീനോർക്ക് അല്പം ഉണർവുണ്ടാകാനും ഹേതുവാകും. ഒരിക്കലൊരുത്തനെ ഈ കെമിസ്ട്രി പരീക്ഷ കോപ്പി അടിക്കുക, അപ്പുറത്തിരുന്ന് എഴുതുന്നവൻ വൃത്തിക്ക് എഴുതുക. അപ്പോൾ അവന് സ്പീഡിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കോപ്പി അടിക്കുന്നവൻ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്ന എങ്ങനെയെന്നാ ചോദ്യം. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്നവന് ഒറിജിനലായിട്ട് അറിയാവുന്നവൻ എഴുതി, എനിക്ക് അതിന്റെ കൃത്യം അറിയത്തില്ല കേട്ടോ. എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ പരീക്ഷണം, ഒരു ബീക്കറിൽ അല്പം ജലം എടുക്കുക, അതിൽ സിങ്ക് തരികൾ ക്രമപ്പെടുത്തി വെക്കുക, എന്നിട്ട് ഒരു വാൽവ് തയ്യാറാക്കി ഫണലുമായിട്ട് അത് ഘടിപ്പിക്കുക. അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു വരുമ്പോഴേക്ക് അവൻ അടുത്ത പേജിൽ കയറി. അവൻ ഈ പേജ് മറച്ച് ഒറിജിനലായിട്ട് എഴുതുന്ന അപ്പുറത്ത് പോയി. ഈ കോപ്പി അടിച്ചവന് ഇത്രേ കിട്ടിയുള്ളൂ. ഒരു ബീക്കറിൽ അല്പം ജലം എടുക്കുക, അതിൽ ഒരു ഇൻഡക്ഷൻ സിറിഞ്ച് ആവശ്യമുണ്ട്, അതിൽ ഫണല് ആവശ്യമുണ്ട്, ആവശ്യത്തിന് താപം അത് കിട്ടാനുള്ള സൗകര്യങ്ങൾ വേണം. ഇത്ര എഴുതിയപ്പോൾ മറ്റോ മറിച്ചു. ഇവന് ബാക്കി കിട്ടുന്നില്ല. കുറച്ചു നേരം എഴുതി ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. അവസാനം അവൻ എഴുതി, എന്തിനധികം പറയുന്നു, ഒടുവിൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. അതാണ് ഈ വാക്യം ഞങ്ങളുടെ മുമ്പില് ഈ വാക്യം തന്നിരിക്കുന്നു. കാര്യമില്ലല്ലോ. സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സെന്റൻസ് എന്താണെന്നറിയാമോ? അതിന്റെ സാറിന് ഒരു അവാർഡ്. കോപ്പി അടിച്ചതെല്ലാം നല്ലതാണ്, സ്വന്തമായിട്ട് എഴുതിയതെല്ലാം ഇന്റർനാഷണൽ പൊട്ടത്തരമാണ്. കറക്റ്റ് സെന്റൻസ് ആണ്, സമ്മതിച്ചിരിക്കുന്നു. കഴിഞ്ഞോ മേരീഷ് കേൾക്കുന്നുണ്ടോ? എന്റെ അവസരം എപ്പോഴാ? മേരീഷ് വായിച്ച അതേ ഖുറാൻ, അതേ സൂറയുടെ 259 ആയത്ത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മെഹരീഷിന്, കേട്ടോണം. അല്ലെങ്കിൽ ഇതാ മറ്റൊരു ഉദാഹരണം. അള്ളാഹു പറയാണ്, മേൽക്കൂരകളോടെ വീണിടിഞ്ഞ് കിടക്കുകയായിരുന്ന ഒരു പട്ടണത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
നിർജീവമായി പോയതിനു ശേഷം ഇതിനെ എങ്ങനെയായിരിക്കും അള്ളാഹു ജീവിപ്പിക്കുന്നത്? തുടർന്ന് അള്ളാഹു അവനെ 100 വർഷം നിർജീവ അവസ്ഥയിലാക്കുകയും പിന്നീട് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അനന്തരം അള്ളാഹു ചോദിച്ചു, നീ എത്ര കാലം കഴിച്ചുകൂട്ടി നിർജീവ അവസ്ഥയിൽ? 1 ദിവസമോ 1 ദിവസത്തിന്റെ ഒരു അല്പഭാഗമോ? അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ല, നീ 100 വർഷം കഴിച്ചുകൂട്ടിയിരിക്കുന്നു. നിന്റെ ആഹാരപാനീയങ്ങൾ നോക്കൂ, അവയ്ക്ക് മാറ്റം വന്നിട്ടില്ല. നിന്റെ കഴുതയുടെ നേർക്ക് നോക്കൂ, അതെങ്ങനെയുണ്ടെന്ന്. നിന്നെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാക്കുവാൻ വേണ്ടിയാകുന്നു നാം ഇത് ചെയ്തത്. ആ എല്ലുകളെല്ലാം നാം എങ്ങനെ കൂട്ടിയിണക്കുകയും എന്നിട്ടവയെ മാംസത്തിൽ പൊതിയുകയും ചെയ്തുവെന്ന് നീ നോക്കുക എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെ കാര്യം വ്യക്തമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മനുഷ്യൻ ആരായിരുന്നു? ഇതെന്തുവാ ഈ കഥ? ഇതെന്ത് ദൃഷ്ടാന്തമാണ്? കഥയിൽ ചോദ്യമല്ല. അതൊക്കെ അല്ല, ചരിത്രം 56 കോപ്പി അടിച്ചു. ഇതിപ്പോ എവിടെ നിന്നാണാവോ കോപ്പി അടിച്ചത്? ഇത് എന്ത് ദൃഷ്ടാന്തമാണ് ഇത് മഹരീഷേ? ഇതിൽ നിന്ന് എന്ത് കാര്യമാ മനസ്സിലായത്? അവസരായോ പറയും. ഇതിന്റെ കൂടി അർത്ഥം ഒന്ന് പറഞ്ഞു തരൂ. ഇതിന് തത്തുല്യമായത് എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, ഖുറാനിൽ വളരെ ശ്രേഷ്ഠമായ ആയത്തുകളുണ്ട്, അത് ബൈബിളിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ മോൻ അത് പറഞ്ഞത്. മഹർഷിനെ ഞാൻ മോനെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം അതിൽ 2-ാമത്തെ സൂറത്തിൽ തന്നെ 65-ാം വചനത്തിൽ പറയുന്നത്, നിങ്ങളിൽ നിന്നും ശാപത്തിൽ അതിര് കവിഞ്ഞ് പ്രവർത്തിച്ചവരെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങുകളായി തീരുവീൻ എന്ന്. അപ്പൊ മനുഷ്യരെ കുരങ്ങുകളാക്കി തീർക്കുകയും കൂടെ അള്ളാഹു ചെയ്തു മോനെ. ഇത്രയും ശ്രേഷ്ഠമായ ആയത്തും കൂടെ അതിനകത്തുണ്ട്, നീ അത് മനസ്സിലാക്കണം. ശരി. ഓക്കെ, ഞാൻ വായിച്ച ഭാഗത്തിന് താഴെ ഒരു തഫ്സീർ